ശ്രീ എൻ ശ്രീകുമാർ, ആ നിലയിൽ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറാൻ ബി ജെ പിക്കായിട്ടുണ്ട്. ഒരു പരിശോധന വേണമല്ലോ. ബി ജെ പി സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു ഇലക്ട്രൽ മെഷീൻ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അമിത്ഷാ വരുന്നു, നരേന്ദ്രമോദി വരുന്നു, ഇവിടെ അവരുടെ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തകരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിലയിൽ എല്ലാ മേഖലയിലും കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടാകണം. അത് എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ടാകണം ശ്രീ എൻ ശ്രീകുമാർ? അല്ല, അവർ ശ്രമം നടത്തുന്നുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവർ അയോധ്യയുടെ പ്രശ്നം പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ, അല്ല അതേ സ്വഭാവത്തോട് തന്നെ അവർ ലൂർദ് പള്ളിയിലും പോവുകയാണ്. അപ്പോൾ ഹിന്ദുക്കൾ എന്താ വിചാരിക്കേണ്ടത്, ക്രിസ്ത്യാനികൾ എന്താ വിചാരിക്കേണ്ടത്? ഇത് വോട്ട് കിട്ടാനുള്ള സൂത്രമാണെന്നല്ലേ വിചാരിക്കേണ്ടത്? കാരണം ബി ജെ പിയെ കുറിച്ചൊരു ധാരണയുണ്ട്, ഹിന്ദുക്കളുമായിട്ട് കൂടുതൽ ഇഴുകി ചേർന്നിരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന്. ഇവിടെ ശ്രീ പ്രിന്റു പറഞ്ഞത് എന്താണ്? SNDP-യുടെ പിന്തുണ. SNDP-യുടെ പിന്തുണയെ കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു. NSSന്റെ പിന്തുണ അവർക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും. ഞാൻ പറഞ്ഞത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ ചില സവർണ മേഖലകളിലെ താരാരാധനയുള്ള വോട്ടെന്നാ പറഞ്ഞത്, അല്ലാണ്ട് അത് BJP-യുടെ വോട്ടെന്നല്ല പറഞ്ഞത്. താരാരാധനയുള്ള വോട്ടാണ്. അവർ കോൺഗ്രസ്സുകാരാവാം, കമ്മ്യൂണിസ്റ്റുകളാവാം. അത് സവർണരായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളായിക്കൂടാതൊന്നുമില്ലല്ലോ. അങ്ങനെ കുറച്ച് വോട്ടാണ് സുരേഷ് ഗോപിക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിന് കിട്ടിയത്. അതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് സവർണർക്ക് മാത്രമാണോ സാർ? എന്ത് ബോഷ്ക നിങ്ങൾ പറയുന്നത്? താരാരാധന ഈ സവർണർക്ക് മാത്രമുള്ളതാണോ? അങ്ങനെ പറയില്ല. സവർണ അവർണ എന്നുള്ളൊരു ഡൈവേർഷൻ പറയില്ല സാർ. അല്ലല്ല, ഞാൻ സവർണ എന്ന് പറയാൻ കാരണം സവർണർ മാത്രമാണ് താരാരാധന, ബാക്കിയുള്ളവരൊന്നും താരാധന ഇല്ലാത്തവരാണ്. അങ്ങനെയൊന്നുമില്ല. ആരാധന എല്ലാവർക്കും. അങ്ങനെയല്ല, ഒരു സെക്കൻഡ്, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പോകരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് സംസാരിക്കണം. സവർണ വിഭാഗത്തിന്റെ താരാരാധന എന്ന് പ്രത്യേകം പറയാൻ കാരണം മറ്റുള്ളവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നർത്ഥമില്ല. ഞാൻ അതിലത്തെ രാഷ്ട്രീയമാണ് പറയുന്നത്. രാഷ്ട്രീയം പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പറയേണ്ടി വരും. നമ്മളെ വെറുതെ പരത്തിയടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സൂക്ഷ്മമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അല്ലാണ്ട് അവിടെ ഹിന്ദുക്കൾക്കിടയിൽ BJP-ക്ക് സ്വാധീനമില്ല എന്ന് പറയാനാണ് ഞാനത് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചത്. ശ്രീകുമാർ, ഒപ്പം തന്നെ You are watching Reporter Evening Show.